ഇന്നത്തെ വീഡിയോയിൽ AWS EC2 ഇൻസ്റ്റൻസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെമോയിൽ നമ്മൾ സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് ഒരു AWS EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്തിട്ട് അതിനകത്ത് ഒരു വെബ് സെർവർ കോൺഫിഗർ ചെയ്ത് ഒരു ചെറിയ ക്വിസ് വെബ്സൈറ്റ് ലോകത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ് എങ്ങനെ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു വെബ് സെർവർ റൺ ചെയ്യണമെന്ന് വെച്ചോളൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ്? ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. എൻജിനെക്സ് അല്ലെങ്കിൽ അപ്പാഷെ പോലുള്ള ഏതെങ്കിലും ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റിൻ്റെ കോഡ് ഉണ്ടാക്കി ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ലോക്കൽ ഹോസ്റ്റ് ആക്സസ് ചെയ്ത് നിങ്ങളുടെ ബ്രൗസറിൽ നിന്നും ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ റൗട്ടറിൽ പോർട്ട് ഫോർവേഡും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റിക് പബ്ലിക് IP അഡ്രസ്സ് വെച്ചിട്ട് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് പ്രശ്നം വരുന്നത്? ഇതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ നിങ്ങൾ എവിടെയാണോ ഈ ഒരു സെർവർ റൺ ചെയ്യുന്നത് ആ ഒരു കമ്പ്യൂട്ടർ ഓഫ് ആക്കാതെ 24 മണിക്കൂറും ഓൺ ആക്കിയിട്ടേക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റും ഡൗൺ ആകും. അതുപോലെ തന്നെ പവർ കട്ടോ അല്ലെങ്കിൽ കറണ്ട് പോവുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ബാക്കപ്പ് സിസ്റ്റം ഇല്ല എങ്കിൽ നമ്മുടെ വെബ് സെർവർ ഡൗൺ ആവും, ആർക്കും ആക്സസ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന റെഗുലറായിട്ടുള്ള ട്രാഫിക്കിനേക്കാൾ കൂടുതൽ ട്രാഫിക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ സെറ്റപ്പ് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആക്കുന്ന സമയത്ത് ട്രാഫിക്ക് കുറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും അപ്ഗ്രേഡ് ചെയ്തത് വേസ്റ്റ് ആവും. ഇങ്ങനെയുള്ള പവർ ഇഷ്യൂസ് ഒന്നും വരാത്ത 24 hours റൺ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞൊടിയുടെ അപ്ഗ്രേഡ് ചെയ്യാനും ഡൗൺഗ്രേഡ് ചെയ്യാനും പറ്റുന്ന സെക്യൂർ ആയിട്ടുള്ള, നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രം പൈസ കൊടുക്കുന്ന, നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസിന് മാത്രം പൈസ കൊടുക്കേണ്ടി വരുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? ആമസോൺ AWSൻ്റെ EC2 എന്ന് പറയുന്ന സർവീസ് നമുക്ക് തരുന്നത് ആ ഒരു കമ്പ്യൂട്ടറാണ്. EC2 എന്ന് പറയുന്നത് AWSൻ്റെ ഒരു കമ്പ്യൂട്ട് സർവീസാണ്. EC2ൻ്റെ ഫുൾ ഫോം ഇലാസ്റ്റിക് കമ്പ്യൂട്ട് ക്ലൗഡ് എന്നാണ്. ഇതിൻ്റെ ഈ ഇലാസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻസസ്, ഈ കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്കെയിലപ്പ് ചെയ്യാനും സ്കെയിൽ ഡൗൺ ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനോ ഡൗൺഗ്രേഡ് ചെയ്യാനോ അതുപോലെ തന്നെ കൂടുതൽ ഇൻസ്റ്റൻസ് എണ്ണം വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഓരോ ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്ത് നമുക്ക് അതിനകത്ത് ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആ വെബ്സൈറ്റ് വഴി യൂസേഴ്സിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ അല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് ആമസോണിൻ്റെ തന്നെ ഡേറ്റാബേസ് സർവീസസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഫയൽസ് ഒക്കെ ആണെങ്കിൽ ആമസോണിൻ്റെ S3 എന്ന് പറയുന്ന സർവീസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ വെബ്സൈറ്റും പല പല സർവീസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ AWSൻ്റെ മെയിൻ പേജിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് EC2 കൺസോളിലോട്ട് പോകണമെങ്കിൽ ഒന്ന് ഇവിടെ സെർച്ച് ബാറിൽ EC2 എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഓപ്ഷൻ വരും. ഒന്ന് അത് ക്ലിക്ക് ചെയ്ത് പോവാം. ഇല്ലെങ്കിൽ മുകളിൽ ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ടല്ലേ, അതിനകത്ത് കമ്പ്യൂട്ട് സെക്ഷനിൽ പോവുകയാണെങ്കിൽ അവിടെ EC2ൻ്റെ ലിങ്ക് ഉണ്ടാവും. സോ സിംപ്ലി ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, EC2 കൺസോളിലോട്ട് പോവുക. ഇനി ഇവിടെ മുകളിൽ റിസോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു ടാബിനകത്ത് ഇൻസ്റ്റൻസസ് റണ്ണിങ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റൻസസും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ടോപ്പിൽ ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലേ, നമുക്ക് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോൺഫിഗറേഷനും പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെയിമും ടാഗുമാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു നെയിം കൊടുക്കാം, റൂട്ട് സെറ്റ് എൻജിനെക്സ് സെർവർ. തൽക്കാലത്തേക്ക് ഈ ഒരു പേര് കൊടുക്കാം. ഇനി നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ AMI എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് പാക്കേജസുമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വിർച്വൽ മെഷീൻസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇമേജ് യൂസ് ചെയ്യാറുള്ളത് ചിലപ്പോൾ OVA ഫോർമാറ്റ് ആയിരിക്കും, ചിലപ്പോൾ ISO ഫോർമാറ്റ് ആയിരിക്കും. ആ ഒരു ഇമേജിനകത്താണ് ആ ഒരു വിർച്വൽ മെഷീനിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുന്നത്. അതുപോലെ ഈ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് പാക്കേജസും എല്ലാം കിടക്കുന്നത് ഈ ഒരു AMIക്കകത്താണ്. നമുക്ക് പല ടൈപ്പ് AMIs അവൈലബിൾ ആണ്. ലിനക്സ് ഉണ്ട്, മാക് ഉണ്ട്, അതുപോലെ തന്നെ വിൻഡോസ് ഉണ്ട്, ലിനക്സിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട്, കാലി ലിനക്സ് ഉണ്ട്, ഡെബിയൻ ഉണ്ട്, ഇങ്ങനെ ഒരുപാടുണ്ട്. സോ തൽക്കാലത്തേക്ക് നമുക്ക് ഉബുണ്ടുവിൻ്റെ ഒരു AMI സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആമസോൺ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ടിയർ എലിജിബിൾ ആയിട്ട് കുറച്ച് AMIs അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫ്രീ ടിയർ എലിജിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം പൈസയൊന്നും ആകത്തില്ല, ഫ്രീ ആണ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, ഇനി ഇതിൻ്റെ താഴെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഈ ഒരു AMIയെ പറ്റിയുള്ള മുഴുവൻ ഇൻഫർമേഷനും നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ആർക്കിടെക്ചർ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഡീഫോൾട്ടായിട്ട് 64-bit x86 തന്നെ സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റൻസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. എത്ര മെമ്മറി വേണം, എത്ര CPU വേണം, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസാണ്. ഇനി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇൻഫോ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറച്ച് ഇൻഫർമേഷൻ വരും. അതിൽ ആമസോൺ EC2 ഓൺ ഡിമാൻഡ് പ്രൈസിംഗ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പല ടൈപ്പ് EC2 ഇൻസ്റ്റൻസ്, പല സ്പെസിഫിക്കേഷൻസിലുള്ള EC2 ഇൻസ്റ്റൻസ്, പല കാറ്റഗറിയിലുള്ള EC2 ഇൻസ്റ്റൻസും അതിൻ്റെ പ്രൈസും നമുക്കിവിടെ അറിയാൻ പറ്റും. സോ തൽക്കാലത്തേക്ക് നമുക്കൊരു ഫ്രീ ടിയർ ഇൻസ്റ്റൻസ് ടൈപ്പ് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ T3 മൈക്രോ, അത് ഫ്രീ ടിയർ എലിജിബിൾ ആണ്, നമുക്കത് സെലക്ട് ചെയ്യാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് താഴെ കീപ് പെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ഇൻസ്റ്റൻസ് ക്ലൗഡിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോക്കൽ മെഷീൻ, നമ്മൾ ഈ കാണുന്ന മെഷീനിൽ നിന്നും ആ ക്ലൗഡിൽ കിടക്കുന്ന ഇൻസ്റ്റൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീപ് പെയറാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉബുണ്ടുവിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ SSH ആണ് സാധാരണ നമ്മൾ ക്ലൗഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെർവറിനെ റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ടൂളാണ്. സോ SSH വഴി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്, അതുപോലെ തന്നെ കീപെയർ വെച്ചിട്ടും നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഒരു കീപെയർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പേര് കൊടുക്കാം, ടെസ്റ്റ് കീപെയർ. ഇനി ഇവിടെ നമുക്ക് കീപെയർ ടൈപ്പ് സെലക്ട് ചെയ്യാം. തൽക്കാലം നമുക്ക് ഡീഫോൾട്ടായിട്ട് RSA തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ ഏത് ടൂൾ വെച്ചിട്ടാണോ നമ്മൾ ആക്സസ് ചെയ്യുന്നത്, ഇപ്പോൾ പുട്ടി എന്ന് പറയുന്നൊരു ടൂളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഞാനിപ്പോൾ മാക്കാണ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് SSH ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് .pem ഫോർമാറ്റിൽ കീപെയർ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ബട്ടൺ, ഈ ഒരു ക്രിയേറ്റ് കീപെയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഡൗൺലോഡ് ആവും. റൈറ്റ്, ഇനി ഇവിടെ നമുക്ക് കീപെയർ, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത കീപെയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയുള്ളത് നെറ്റ്വർക്ക് സെറ്റിങ്സ് ആണ്. തൽക്കാലത്തേക്ക് ഈ നെറ്റ്വർക്കും സബ്നെറ്റും ഡീഫോൾട്ടായിട്ടുള്ള വാല്യൂ തന്നെ കിടക്കട്ടെ. നമ്മൾ ഇപ്പോൾ മാറ്റുന്നില്ല, പക്ഷേ ഫ്യൂച്ചർ ട്യൂട്ടോറിയൽസ് നമ്മൾ ഇത് മാറ്റി ഇതിൽ നമ്മൾ കുറച്ച് കളിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫയർവാളാണ്, അതായത് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ആണ്. EC2 ഇൻസ്റ്റൻസിൻ്റെ മെയിൻ ഫയർവാളായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്, ഒരു എലമെൻ്റാണ്. സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് റൂൾസ് ആണ്. ഏതൊക്കെ പോർട്ടിൽ, ഏതൊക്കെ ഡിവൈസുകൾ, ഏതൊക്കെ IP അഡ്രസ്സിൽ നിന്നും ആക്സസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെറ്റ് റൂൾസാണ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ സെക്യൂരിറ്റി ഗ്രൂപ്പിനകത്ത് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് വേണോ അതോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ് ഈ ഒരു ഇൻസ്റ്റൻസിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണോ എന്ന്. സോ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പുതിയൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമ്മൾ തൽക്കാലത്തേക്ക് ഒരൊറ്റ റൂൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ അലൗ SSH ട്രാഫിക്. സോ ആ SSH ട്രാഫിക് എവിടെ നിന്നൊക്കെ അലൗ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പുറത്തുള്ള ബോക്സിൽ പറഞ്ഞിരിക്കേണ്ടത്. തൽക്കാലത്തേക്ക് ഞാൻ 0.0.0.0/0 കൊടുക്കുകയാണെന്ന് വെച്ചാൽ എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ ഇൻസ്റ്റൻസിനെ SSH വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓതൻറ്റിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു കീ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സോ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ HTTPSO നമ്മൾ എനേബിൾ ചെയ്യുന്നില്ല. ഓൾറൈറ്റ്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മാറ്റുന്നതായിരിക്കും.
ഇനി നമുക്ക് അഡീഷണൽ സ്റ്റോറേജ് വേണമെങ്കിൽ കോൺഫിഗർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഒരേ ഒരു വോളിയം മാത്രമേ ഉള്ളൂ. ആ ഒരു റൂട്ട് വോളിയം 8 GB ആണ്. ഓൾറൈറ്റ്, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റൂട്ട് വോളിയത്തിൻ്റെ സൈസ് കൂട്ടാം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വോളിയം വേണമെങ്കിൽ വോളിയം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു വോളിയത്തിൻ്റെ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി മെയിനായിട്ടുള്ള കോൺഫിഗറേഷൻസ് ഇത്രയാണ്. ഇനി അഡ്വാൻസ് ഡീറ്റെയിൽസിനകത്ത് പോവുകയാണെങ്കിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് നമുക്ക് ഇതിന് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇതിനകത്ത് വേറൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യൂസർ ഡേറ്റയാണ്. ഇത് സാധാരണ എക്സാംസിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. യൂസർ ഡേറ്റ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് കമാൻഡ്സ് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റൻസിനകത്ത് Nginx പ്രീ ഇൻസ്റ്റാൾഡ് അല്ല. നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ടിംഗ് ടൈമിൽ Nginxും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് Nginx ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് ഇവിടെ പറഞ്ഞു കൊടുക്കാം. സോ ഞാനിവിടെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം ബൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആപ്റ്റ് അപ്ഡേറ്റ് -y റണ്ണാവും. അതുപോലെ തന്നെ Nginx റണ്ണായിട്ട് Nginx എനേബിൾ ചെയ്യുകയും ചെയ്യും. ഇത്രയുമാണ് ഈ ഒരു യൂസർ ഡേറ്റ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഇത്രയും പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇവിടെ സമ്മറിക്കകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തന്നെയാണോ എന്ന് നോക്കുക. എന്നിട്ട് ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത അതേ കോൺഫിഗറേഷനിൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പും ഉണ്ടാക്കി ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഈ ഒരു ഇൻസ്റ്റൻസിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് റെഡിയാക്കി തരും. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അറിയാം, ഇനിഷ്യലൈസിങ് ആണ്. ഇത് ഏകദേശം ഒരു 1-2 മിനിറ്റ് എടുക്കും നമ്മുടെ സിസ്റ്റം റെഡിയായി വരാൻ. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് IT ഫീൽഡിൽ നിന്ന് നെറ്റ്വർക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ലിനക്സ്, പൈത്തൺ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഒരു ഫീൽഡിനെ പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് AWSനെ പറ്റി വേറെ ഏതെങ്കിലും സർവീസിനെ പറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ AWS സ്പേസ് ഏത് സർവീസാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ആ ഒരു ഫോർമാറ്റിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അത്യാവശ്യം കമൻറ്റ്സ് ആ ഒരു സർവീസിന് വരികയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. AWS EC2 കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് AWSൻ്റെ AI സർവീസുകളായിരിക്കും. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. സോ ഈ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ താഴെ നമുക്ക് ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ടാബിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത സെക്യൂരിറ്റി ഗ്രൂപ്പിനകത്ത് പറഞ്ഞു കൊടുത്ത റൂൾസ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇവിടെ ഡീറ്റെയിൽസിൽ പോയി നോക്കുകയാണെങ്കിൽ പബ്ലിക് DNS എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻസ് ഇൻ്റർനെറ്റിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ പുതിയ സിസ്റ്റം ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സിസ്റ്റം ഇപ്പോൾ റെഡിയാണ്, അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ SSH വെച്ച് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ നോക്കുക. ഇവിടെ നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മളിപ്പോൾ SSH ക്ലയൻറ്റ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടാബിൽ പോകുമ്പോഴത്തേക്കും SSH ക്ലയൻറ്റ് വെച്ചിട്ട് എങ്ങനെ ഈ ഒരു സിസ്റ്റത്തിനെ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അത് നമുക്ക് ഫോളോ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഈ ഒരു കീ ഫയൽ ഡൗൺലോഡ് ചെയ്തായിരുന്നു അല്ലേ, rootset test kp എന്ന് പറയുന്ന ഒരു PEM ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തായിരുന്നു. ആദ്യം അതിൻ്റെ പെർമിഷൻ മാറ്റണം. പെർമിഷൻ 400. സിംപ്ലി ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് ആ ഒരു കീ ഫയൽ കിടക്കുന്ന എവിടെയാണോ ആ ഒരു ഫോൾഡറിൽ ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക. സോ ഇവിടെ നമ്മൾ LS നോക്കുകയാണെങ്കിൽ നമ്മുടെ കീ ഫയൽ ഇവിടെ കിടപ്പുണ്ടല്ലേ. ഇനി നമുക്ക് ആ ഒരു കമാൻഡ് സിംപ്ലി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ആ ഒരു ഫയലിന് അപ്ലൈ ആവും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, കണക്ട് യുവർ ഇൻസ്റ്റൻസ് യൂസിങ് ഇറ്റ്സ് പബ്ലിക് DNS. നമ്മൾ നേരത്തെ കണ്ട പബ്ലിക് DNS വാല്യൂ വെച്ചിട്ട് ഇതിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് കോപ്പി ചെയ്ത് ടെർമിനൽ റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, നമ്മളിപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കണ്ടില്ലേ. സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പെർമിഷൻ എലിവേറ്റ് ചെയ്യാം. അതിന് സുഡോസ് കൊടുക്കുക. നമ്മളിപ്പോൾ റൂട്ട് യൂസറാണ്. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. നമ്മൾ നേരത്തെ ഒരു
യൂസർ ഡേറ്റ കൊടുത്തിരുന്നു അല്ലേ, എൻജിനെക്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, എൻജിനെക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ ഡേറ്റ കൊടുത്തിരുന്നു. സോ ആ ഒരു യൂസർ ഡേറ്റ എക്സിക്യൂട്ട് ചെയ്ത് എൻജിനെക്സ് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ആണോ അല്ലയോ എന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സർവീസ് എൻജിനെക്സ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നമ്മൾ യൂസർ ഡേറ്റ വഴി റൺ ചെയ്ത എൻജിനെക്സ് ഇൻസ്റ്റാളേഷൻ റൺ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സർവീസ് അപ്പായിട്ടുമുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എൻജിനെക്സ് സെർവ് ചെയ്യുന്ന വെബ് പേജ് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട പേജിലേക്ക് പോവുക. ഇൻസ്റ്റൻസ് പേജിലോട്ട് വന്നിട്ട് ഇവിടെ പബ്ലിക് DNS ഉണ്ടല്ലേ. സോ ഇപ്പോൾ നമുക്ക് ഈ പബ്ലിക് DNSൽ പോർട്ട് 80 വെച്ചിട്ട്, പോർട്ട് 80ലാണല്ലോ നമ്മൾ സാധാരണ വെബ് പേജസ് അൺഎൻക്രിപ്റ്റഡ് ആയിട്ടുള്ള വെബ് പേജസ് കാണിക്കുന്നത്. സോ ആ ഒരു പേജ് ആക്സസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. റൈറ്റ്, നമുക്ക് ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കാം. HTTP പബ്ലിക് DNS. റൈറ്റ്, ഓക്കെ. സോ ഇപ്പോൾ നമ്മളിത് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു എറർ കാണിക്കുകയാണല്ലേ. സോ ബേസിക്കലി നമ്മുടെ സെർവർ ഇപ്പോൾ എന്തോ കാരണം കൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയ സമയത്ത് സെക്യൂരിറ്റി ഗ്രൂപ്പിനകത്ത് പോർട്ട് 22 മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് പുറത്ത് ഇൻ്റർനെറ്റിൽ നിന്നും പോർട്ട് 22 വഴി മാത്രമേ ആ ഒരു ഇൻസ്റ്റൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇനി നമുക്ക് പോർട്ട് 80 കൂടെ കൊടുത്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെക്യൂരിറ്റി ഗ്രൂപ്പ്സിൻ്റെ ഈ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻസിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ അത് ക്ലിക്ക് ചെയ്യുക. സോ ഇതിനകത്ത് ഇൻബൗണ്ട് റൂൾസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ പോർട്ട് 22 ഒരൊറ്റ റൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോർട്ട് 80ക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ഇൻബൗണ്ട് റൂൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എഡിറ്റ് ഇൻബൗണ്ട് റൂൾസ് കൊടുക്കുക, എന്നിട്ട് ആഡ് റൂൾ കൊടുക്കുക, എന്നിട്ട് ഇവിടെ പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പോർട്ടല്ല, നമുക്കിവിടെ വേണമെങ്കിൽ പ്രോട്ടോക്കോൾ വഴിയും കൊടുക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ HTTP ട്രാഫിക്കാണ് അലൗ ചെയ്യേണ്ടത് അല്ലേ. HTTP കൊടുക്കുക, പോർട്ട് റേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് പോർട്ട് 80 സെലക്ട് ആവും. ഇനി എവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കുക. തൽക്കാലത്തേക്ക് ഞാൻ 0.0.0.0/0 കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പോർട്ട് 80 ആക്സസ് ചെയ്യാൻ പറ്റും. സോ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു റിയൽ ലൈഫ് സിനാരിയോയിൽ ഇങ്ങനെ എല്ലാ പോർട്ടും എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ പാടില്ല. അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. സോ ഇപ്പോൾ നമ്മൾ 2 റൂളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് റൂൾസ് കൊടുക്കാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ നോക്കാം. കണ്ടില്ലേ, എൻജിനെക്സിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള പേജ് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ നിന്നും ഈ ഒരു EC2 ഇൻസ്റ്റൻസിൻ്റെ പബ്ലിക് DNS വാല്യൂ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം ഞാൻ ഈ ഒരു ഇൻസ്റ്റൻസ് ടെർമിനേറ്റ് ചെയ്യും. സോ ഇനി നമുക്കൊരു ചെറിയൊരു കാര്യം കൂടെ ചെയ്യാം. ഈ ഒരു EC2 ഇൻസ്റ്റൻസ് റൺ ചെയ്യുന്ന ഈ ഒരു വെബ് പേജ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ വെബ് പേജ് ഹോസ്റ്റ് ചെയ്യാം. ഈ എൻജിനെക്സിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള വെബ് പേജിൻ്റെ കോഡ് കിടക്കുന്ന ഡയറക്ടറി എന്ന് പറയുന്നത് var എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് www എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് HTML-നകത്ത് ആണ് ഈ ഒരു ഫയൽ കിടക്കുന്നത്. സോ അതിനകത്തേക്ക് നമ്മൾ മാറിയിട്ട് LS നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഫയൽ കാണാൻ പറ്റും അല്ലേ. നമുക്ക് തൽക്കാലത്തേക്ക് നാനോ എഡിറ്റർ വെച്ചിട്ട് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഓൾറൈറ്റ്, ഈ ഒരു കോഡാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, വെൽക്കം ടു എൻജിനെക്സ്. സോ ബേസിക്കലി ഈ ഒരു കോഡ് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വെബ് പേജിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഈ ഒരു കോഡ് മാറ്റിയിട്ട് ഒരു ചെറിയ ഗെയിമിൻ്റെ കോഡ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കോഡാണ്. Ctrl+Y. ഇനി നമുക്ക് സർവീസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. സർവീസ് എൻജിനെക്സ് റീസ്റ്റാർട്ട്. ഇനി നമുക്ക് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം, എന്തെങ്കിലും എറർ ഉണ്ടോ, റണ്ണിങ് ആണോ. സോ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ എൻജിനെക്സ് റണ്ണിങ് ആണ്. ഇനി നമ്മൾ ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ക്വിസിൻ്റെ വെബ് പേജാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ കോഡ് ചെയ്ത് കൊടുത്ത ആ ഒരു വെബ് പേജാണ്. ഇങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൂട്ട് സെറ്റിൻ്റെ വെബ്സൈറ്റും ഇതുപോലെ ഒരു EC2 ഇൻസ്റ്റൻസിനകത്താണ് റൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് അത്ര സിമ്പിളല്ല. ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ റൂട്ട് സെറ്റ് കമ്മ്യൂണിറ്റിക്ക് ഒരു ടെലഗ്രാം അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. സോ അതിനകത്ത് നമ്മൾ ഈ IT റിലേറ്റഡ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ്, ലിനക്സ്, പൈത്തൺ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
സോ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ ക്ലൗഡിൽ ഒരു കമ്പ്യൂട്ടർ ഡിപ്ലോയ് ചെയ്യുന്നതും പല പല ആവശ്യങ്ങൾക്കായിട്ട്, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ല വേറെ കമ്പ്യൂട്ടിംഗ് റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഡിപ്ലോയ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കേണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.